നമസ്കാരം. ഇന്ന് കുറച്ച് സ്പെഷ്യലായിട്ടുള്ള അതിഥികളാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഷോർട്ട് ഫിലിം കോൺടെസ്റ്റിൽ മികച്ച മലയാളം ഷോർട്ട് ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ട ചില്ലറ എന്ന ഷോർട്ട് ഫിലിമിലെ ഡയറക്ടറായ ഗൗതമി ഗോപനും അതോടൊപ്പം തന്നെ അഭിനേത്രിയായ അൻവിത, പ്രൊഡ്യൂസറായ പാർത്ഥസാരഥി റെഡ്ഡി, എഡിറ്റർ ഫാസിൽ റസാഖ് എന്നിവരാണ് ഇന്ന് സിനിമാ തട്ടകത്തിലെ അതിഥികളായുള്ളത്. നമസ്കാരം എല്ലാവർക്കും. നമസ്കാരം. ആദ്യം തന്നെ ഞാൻ ഡയറക്ടറായ ഗൗതമി ഗോപനിലേക്ക് പോവുകയാണ്. എന്താണ് ഈ ചില്ലറ എന്ന ഒരു ടൈറ്റില് ഈ ഷോർട്ട് ഫിലിമിന് നൽകാനുണ്ടായ ഒരു കാര്യം? ചില്ലറ എന്ന് പറഞ്ഞ ഒരു കോയിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ കഥ ഉണ്ടാവുന്നത്. ST സ്റ്റുഡന്റ് ടിക്കറ്റിന്റെ കാര്യം, അത് ചില്ലറ ₹1 കോയിൻ വെച്ചാണല്ലോ. അപ്പോൾ പിന്നെ കുട്ടിയും ചില്ലറയാണ്, അപ്പോൾ ഒരു ചില്ലറ കേസ് പോലെ അങ്ങനെയൊക്കെ ഉദ്ദേശിച്ച് മൾട്ടിപ്പിൾ മീനിങ്സ് വെച്ചിട്ട് ചില്ലറ എന്ന ടൈറ്റിൽ ഇട്ടത്. ഈ നിത്യജീവിതത്തിലെ ഏതെങ്കിലും സംഭവമാണോ ഈ കഥ എഴുതാൻ പ്രേരിപ്പിച്ചത്? അതെ, ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് ഇങ്ങനെ ST ടിക്കറ്റ് എടുത്തിട്ടായിരുന്നു. അപ്പം അങ്ങനെ ഉണ്ടായ കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ചില്ലറ എഴുതിയിരുന്നത്. ഇനി ഞാൻ അൻവിതയിലേക്ക് വരുമ്പോൾ, അൻവിത ഈ ഒരു ചിത്രത്തിലെ കഥാപാത്രമാകാൻ മാനസികമായി എങ്ങനെയാണ് തയ്യാറെടുത്തത്? എത്രത്തോളം ഇഷ്ടപ്പെട്ടു ഈ ഒരു കഥാപാത്രത്തെ? അങ്ങനെ മാനസികമായി തയ്യാറെടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഒരു ഇതിലോട്ട് വരുന്നത്. അപ്പോ എന്താ പറയാ, ചില്ലറ ഭയങ്കര ഒരു അടിപൊളി പടമാണ്. അപ്പോ എന്താ പറയാ, എനിക്ക് ഭയങ്കര താല്പര്യത്തോടെയാണ് ഞാൻ ഇത് ചെയ്തത്. അപ്പോ എന്നാലും മാനസികമായി വലിയ തയ്യാറെടുപ്പൊന്നും ഇല്ലായിരുന്നു. ഒരു ഷൂട്ടിംഗ് സമയത്ത് വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ ആസ്വദിച്ച രംഗം ഉണ്ടായിട്ടുണ്ടോ? അതെ അതെ അതെ, ഇവരെ കൂടെ തന്നെയാണ് ഏറ്റവും നല്ലൊരു സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു എന്ന് പറയുക. കാരണം ഷൂട്ടിങ്ങിന് ഉപരി ഒരു ഫാമിലി ആയിട്ടാണ് ഞാൻ ഇതുവരെ പരിചയപ്പെട്ട ആ സമയം തൊട്ട് ഭയങ്കര ഒരു ബോണ്ട് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിരുന്നു. Okay, next to Parthasarathi Reddy. Can I call you Partha? Yeah, you can call me Partha. Okay, thank you. How was the experience of working with Gautami Gopan? Yeah, it was very good. I would say, when I heard the story initially, and I know Gautami Gopan from a long time. She was my colleague, and she had so much passion for cinema. So immediately I thought, okay, I'm ready to produce this short film. Have you ever produced a project before this one? No, this is my first one. Okay. ഇനി ഞാൻ എഡിറ്ററിലേക്ക് വരുമ്പോൾ, ഒരു ഷോർട്ട് ഫിലിമിൻ്റെ കഥ വേഗത്തിൽ പറഞ്ഞു തീർക്കേണ്ടതുണ്ടല്ലോ. നമുക്ക് സിനിമയാകുമ്പോൾ കുറച്ചധികം സമയമുണ്ട്, പക്ഷേ ഷോർട്ട് ഫിലിം അത്രയും ഒരു ഡ്യൂറേഷൻ കുറവായതുകൊണ്ട് തന്നെ എഡിറ്ററെ സംബന്ധിച്ച് അത് വളരെയധികം വെല്ലുവിളി നിറഞ്ഞൊരു കാര്യമല്ലേ? അല്ല, നമ്മള് ഷൂട്ട് ചെയ്ത റഷസ് ആദ്യം ഒരു ഫസ്റ്റ് കട്ട് എന്നുള്ള രീതിയിൽ എഡിറ്റ് ചെയ്ത ശേഷം പിന്നെ ഡയറക്ടർക്ക് അനുസരിച്ചാണ് വർക്ക് ചെയ്തത്. അപ്പൊ ഗോപി പറയുന്ന രീതിയിൽ ആ ഒരു പേസിൽ ആ ഒരു സമയത്തിനുള്ളിൽ തീർക്കാന്നുള്ളതായിരുന്നു പ്രധാന. പിന്നെ ഗോപിക്ക് ഐഡിയ ഉണ്ടായിരുന്നു ഈ ഒരു സമയത്തിനുള്ളിൽ കഥ പറഞ്ഞു തീർക്കണം എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് വർക്ക് ചെയ്തത്. ഈ കഥാപാത്രങ്ങളെയും അഭിനയത്തെ കുറിച്ചുമൊക്കെ ഫാസിൽ എന്താണ് പറയാനുള്ളത്? എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ അഭിനയമൊക്കെ? അഭിനയം ഗൗതമി എല്ലാവർക്കും റിഹേഴ്സൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ അൻവിതൊക്കെ വളരെ എല്ലാവർക്കും വർക്കായിരുന്നു. അപ്പൊ നമുക്ക് സിനിമ കണ്ടതിന് ശേഷം ആൾക്കാർ ആദ്യം തന്നെ പറയുന്ന പെർഫോമൻസിനെ കുറിച്ചാണ്. അപ്പൊ അത് പെർഫോമൻസ് നല്ലതായിരുന്നു. ഗൗതമി, ഈ ചില്ലറ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിൽ ഈ അൻവിതയും ജോമോനെയും ഒക്കെ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം എന്താണ്? അൻവിത നമ്മൾ ഓഡീഷൻ ത്രൂ ആണ് അൻവിതയെ കിട്ടിയിട്ടുണ്ടായിരുന്നത്, കാസ്റ്റിംഗ് കോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അൻവിത സെലക്ട് ചെയ്തത്. പിന്നെ തിരുവനന്തപുരം ബേസ്ഡ് ആയിട്ടായിരുന്നു പടം ഷൂട്ട് ചെയ്തത്. ഞങ്ങളുടെ ബഡ്ജറ്റ് കൺസ്ട്രെയിൻസും പിന്നെ എനിക്ക് ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. അപ്പോൾ എനിക്ക് അവിടെ ഷൂട്ട് ചെയ്യാനുള്ള ഈസിനെസ്സും ക്രൂവിൻ്റെ അവൈലബിലിറ്റി ഒക്കെ കൊണ്ട് തിരുവനന്തപുരത്തായിരുന്നു സെറ്റ് ഉണ്ടായിരുന്നത്, ലൊക്കേഷൻ ആയിരുന്നത്. അപ്പോൾ ജോമനും നാട്ടിൽ തന്നെ, കൊല്ലത്ത് തന്നെയാണ്. പിന്നെ എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് വേറെ ഒരു ക്യാരക്ടർ കളിക്കുന്ന കൃഷ്ണൻ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ആക്ടറാണ്. പുള്ളി സിനിമയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളി ഈ ട്രിവാൻഡ്രം സ്ലാങ് പിടിക്കാനും അത് കുറച്ചുകൂടി ഈസി ആയിരുന്നു. ഈ ഒരു ചിത്രം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും വലിയൊരു വെല്ലുവിളിയായി തോന്നിയ കാര്യം എന്തായിരുന്നു? ഏറ്റവും കൂടുതൽ വെല്ലുവിളിയായിട്ട് തോന്നിയത്, ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് ആക്ടർ ആയിട്ടാണ്, പിന്നെ അല്ലാതെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു സ്വന്തമായിട്ടൊരു പ്രോജക്റ്റ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ടെൻഷനും പിന്നെ മൾട്ടിപ്പിൾ ആയിട്ട് നമ്മൾ ഡിസിഷൻസ് മേക്ക് അപ്പോൾ എല്ലാവരും നമ്മൾ നോക്കി നിൽക്കുമ്പോഴത്തേക്കുള്ളൊരു ഫസ്റ്റ് ടൈം ഫിലിം മേക്കർ ആയതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അല്ലാതെ ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. പിന്നെ ആക്ടേഴ്സിനെ നന്നായിട്ടൊന്ന് ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടിയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എൻജോയ് ചെയ്ത പരിപാടിയാണ്. പക്ഷെ
ആദ്യമായിട്ട് ചെയ്യുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് മാത്രം. പിന്നെ നമുക്ക് കുറച്ച് ബസ്സിന്റെ ഒരു സീക്വൻസ് ഉണ്ട്. അപ്പൊ ബസ്സിനകത്ത് കുറെ ആൾക്കാർ വേണം ഫീൽ ചെയ്യാനായിട്ട്. അപ്പൊ അത് നമുക്ക് ബഡ്ജറ്റ് പ്രശ്നമുള്ളതുകൊണ്ട് നമുക്കത് വേറെ ജൂനിയർ ആർട്ടിസ്റ്റുകളെ വിളിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരാണ് വിളിച്ച് ഉടനെ തന്നെ വന്നു. അപ്പോൾ അത് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്ന ഒരു സാധനമാണ്. പെട്ടെന്ന് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെല്ലാം വന്നു. പിന്നെ അവരെ വിളിച്ച് എത്തിക്കുക എന്നുള്ളതൊരു ചെറിയ പണി ഉണ്ടായിരുന്നു ആ സമയത്ത്. അതോടൊപ്പം തന്നെ ഈ 12,000 എൻട്രികളിൽ നിന്ന് മികച്ച മലയാളം ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ തോന്നിയൊരു സന്തോഷം, ഇങ്ങനെ ഒരു മികച്ചൊരു അംഗീകാരം ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഈ ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത് ഗൗതമിക്കുണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മള് പടം ചെയ്യുമ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത് എന്താ ഇനി ചെയ്യാന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്ക് ഐഡിയ ഉണ്ടായിരുന്നില്ല. നമ്മൾ വർക്ക് ചെയ്തു, വേറെ ഷോർട്ട് ഫിലിംസ് ഫെസ്റ്റിവലിനൊക്കെ അയക്കുന്ന അങ്ങനത്തെ പരിപാടിയെ ചെയ്തിട്ടുള്ളൂ. അപ്പോഴാണ് ഈ സീ കോമ്പറ്റീഷനിൽ അയച്ചതും അവിടെ സെലക്ട് ആയതും. പിന്നെ അവര് തന്നെ പടം അക്വയർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ പടം Z5 തന്നെ റിലീസ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അത് ഭയങ്കര വലിയൊരു ഓപ്പണിങ്, പെട്ടെന്നൊരു ഡോർ ഓപ്പൺ ആയതുപോലെയായിരുന്നു. കാരണം പടം ഷൂട്ട് ചെയ്തു, സാധനം കയ്യിലിരിക്കുന്നുണ്ട്, ഒന്ന് യൂട്യൂബിൽ ഇടുക അല്ലെങ്കിൽ OTT-ൽ എത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടൈം മേക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ കുറെ ശ്രമിച്ചായിരുന്നു ഇവരിലോട്ട് എത്താനൊക്കെ, പക്ഷെ എനിക്ക് വേ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഓപ്പണിങ് വന്നതും ഭയങ്കര എനിക്ക് ഭയങ്കര വലിയൊരു ഗേറ്റ് ഓപ്പണിംഗ് ആയിരുന്നു ആ സംഭവം. ഷോർട്ട് ഫിലിം കോമ്പറ്റീഷനിൽ വിൻ ചെയ്യുകയും പിന്നെ ഞങ്ങൾക്ക് അവാർഡ് തന്നത് ലിജോ ജോസ് പള്ളിശ്ശേരിയാണ്. പിന്നെ അങ്ങനെ കുറച്ച് നല്ല ജൂറീസ് ആയിരുന്നു, അനുരാഗ് കശ്യപ് അങ്ങനെയുള്ള. അപ്പോൾ സാറ് പടം കണ്ടു എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അൻവിത, ഈ ഒരു മത്സരത്തിൽ മികച്ച നടിക്കുള്ള നോമിനേഷൻ ലഭിച്ചപ്പോൾ ഈ പ്രേക്ഷകരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഒക്കെ ലഭിച്ചൊരു പ്രതികരണം എങ്ങനെയുണ്ടായിരുന്നു? എല്ലാരും ഭയങ്കര സന്തോഷമായിരുന്നു. ആദ്യം ആക്ച്വലി ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്കിങ്ങനെ ഒരു നോമിനി ആവാൻ പറ്റുന്നു. അപ്പൊ പറഞ്ഞപ്പോ എല്ലാരും അതിശയപ്പെട്ടിരുന്നു എന്നുള്ളതൊരു പോയിന്റ് ആണ്. പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പോവാൻ പറയുന്ന ലൈക്ക് ഇങ്ങനെ ഒരു പരിപാടിക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴേ അപ്പോഴേ ഇങ്ങനെ എന്റെ കൂടെ ഓൾ ദി ബെസ്റ്റ് എനിക്ക് എപ്പോഴും മെസ്സേജ് ഒക്കെ അയക്കും. സോ അത് വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോ എല്ലാരെയും നല്ലൊരു പ്രതികരണം തന്നെയായിരുന്നു നോമിനി ആയപ്പോ. അൻവിതയുടെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം ആണ് ഇത്. അഭിനയത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ് ഇതായിരുന്നു? ആക്ച്വലി ഷോർട്ട് ഫിലിം ആണ്, പക്ഷെ ഇതിനു മുന്നേ ഞാനൊരു ഫിലിം ചെയ്തിട്ടുണ്ട്. സഞ്ജീഷ് സാർ ഡയറക്ട് ചെയ്ത്, അതിപ്പോ റിലീസ് ആയിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾക്ക് മുന്നേ. അപ്പോ ഷോർട്ട് ഫിലിം ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഈ ഗൗതമി ഗോപൻ എന്ന സംവിധായകയോടൊപ്പം പ്രവർത്തിച്ചപ്പോഴുള്ള ഒരു അനുഭവം അതെങ്ങനെയുണ്ടായിരുന്നു? ഞാൻ എല്ലായിടത്തും പറയുന്നതാണ്, എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ഞാൻ ചേച്ചി അടിപൊളിയാണ്, ഞാൻ എങ്ങനെ പറയണം എനിക്കല്ല, പക്ഷെ നല്ലൊരു ഭയങ്കര ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡയറക്ടർ ആയിട്ട് തോന്നിയിട്ടില്ല എനിക്ക് ഇതുവരെ. എനിക്കൊരു ചേച്ചി ആയിട്ട് അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്കൊരു ഡയറക്ടർ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ ഇത് കാണും, പക്ഷെ അങ്ങനല്ല, ഒട്ടും അങ്ങനല്ല. നമുക്ക് ഭയങ്കര ഫ്രീ വില്ലാണ്, നല്ലൊരു ബോണ്ടിങ് ആണ്. എനിക്ക് ഇപ്പോഴും എനിക്ക് അങ്ങനെയാണ്, അപ്പോഴും അങ്ങനെയാണ്. അതുകൊണ്ട് അടിപൊളിയാണ്. ഇനിയിപ്പോ പുതുതായിട്ട് ഏതെങ്കിലും സിനിമകളൊക്കെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ മറ്റു സിനിമകളോ ഒക്കെ? ഇതുവരെ ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഈ ഒരു ഫിലിം ഓഡീഷനിലൂടെയാണ് കയറിയത്. അപ്പോ ഇതുപോലെ എന്റെ ഫസ്റ്റ് ഫിലിമും ഞാൻ ഓഡീഷനിലൂടെ കയറിയേ. അപ്പോ ഓഡീഷൻസിനൊക്കെ നോക്കുന്നുണ്ട്, ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഫാസിലിന്റെ നേരത്തെയുള്ള സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടോ? ഞാൻ 2 ഇൻഡിപെൻഡന്റ് സിനിമകൾ ചെയ്തിട്ടുണ്ട്. നേരത്തെ ചെയ്തിട്ടുള്ള സിനിമകൾ ഏതൊക്കെയായിരുന്നു ചോദിച്ചത്? തടവ്, 2 സിനിമകളാണ്. പുതുതായിട്ട് സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ എഴുത്തിലാണ്. ശരി, ഇനി ഗൗതമിയിലേക്ക് പോകുമ്പോൾ, ഗൗതമി ഈ സിനിമകൾ ഇനി പുതുതായിട്ടുള്ള എന്താണ് ചുവടുവയ്പ്? അതായത് ഷോർട്ട് ഫിലിമിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടോ, അതോ ഒരു മുഴുനീള ചിത്രത്തിലേക്ക് കടക്കുന്നുണ്ടോ? എന്താണ് അടുത്ത ചുവടുവയ്പ്? ഷോർട്ട് ഫിലിം അല്ല, മുഴുനീള ചിത്രത്തിലേക്കാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എഴുത്തും കാര്യങ്ങളൊക്കെ അതിലോട്ടാണ് നടക്കുന്നത്. പിന്നെ അഭിനയം ഉണ്ട്, അപ്പോൾ അതിന്റെ കാര്യങ്ങളും പാരലി നടക്കുന്നുണ്ട്. ഈ ഒരു ചിത്രത്തിന്റെ മൂഡ് മാറ്റുന്നതിൽ ഈ പശ്ചാത്തല സംഗീതം വലിയൊരു പങ്ക് വഹിച്ചിട്ടില്ല. അതിനെപ്പറ്റി എന്താണ് നിങ്ങൾക്കൊക്കെ പറയാനുള്ളത്? നമ്മുടെ ഈ കോൺടെസ്റ്റിൽ തന്നെ ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടറിന്റെ നോമിനേഷനിലും ഉണ്ടായിരുന്നു. കീർത്തൻ ബേണി എന്നാണ് പുള്ളിന്റെ പേര്. അപ്പോൾ നമ്മൾ കൊടുത്തൊരു മൂഡിന്റെ അതേപോലെ തന്നെയാണ് മ്യൂസിക് ചെയ്തു തന്നിട്ടുള്ളത്. ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് പുള്ളി. അപ്പോൾ പുള്ളിയും ടോപ്പ് 3 ആ ഫോട്ടോസിൽ കാണാം പുള്ളിയും ടോപ്പ് 3, ഈ 12,000 എൻട്രീസിൽ ടോപ്പ് 3 മ്യൂസിക് ഡയറക്ടറിൽ ഒരാളായിരുന്നു പുള്ളി. ഈ ഷോർട്ട് ഫിലിമിലെ കഥാപാത്രങ്ങളെയും അഭിനയത്തെയും കുറിച്ച് ഗൗതമിക്ക് എന്താണ് പറയാനുള്ളത്?
കഥാപാത്രം ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസുകളും കണ്ടിട്ടുള്ള കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ഈ കഥാപാത്രങ്ങൾ എഴുതിയിട്ടുള്ളതും പിന്നെ ചെയ്തിട്ടുള്ളതും. അപ്പോൾ അത് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാൻ വേണ്ടി നോക്കി. പിന്നെ എനിക്ക് ആക്ടിങ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് എനിക്ക് ആക്ടേഴ്സിൽ വർക്ക് ചെയ്യാനും കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നന്നായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ചില്ലറയിലെ ഡയലോഗുകളൊക്കെ വളരെ സ്വാഭാവികമായിരുന്നില്ല. അപ്പോൾ ഈ ഷൂട്ടിംഗ് സമയത്ത് അഭിനേതാക്കൾക്ക് അവരുടേതായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ, അനുവദിച്ചിട്ടുണ്ടോ അവര്? അങ്ങനെ ചെയ്യും. പക്ഷെ നമ്മൾ നേരത്തെ റിഹേഴ്സൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്കറിയാം എന്താണ് ഡയലോഗ്സ് പറയാൻ പോകുന്നത്. പിന്നെ ആ സമയത്ത് എന്തെങ്കിലും എക്സ്ട്രാ വരികയാണെങ്കിൽ അത് നല്ലതാണെങ്കിൽ നമ്മൾ എടുക്കും. അങ്ങനെ ഇതേ പറയുള്ളൂ, അങ്ങനെയില്ല. കണ്ടിട്ട് മനസ്സിലാവും. Okay, Partha, as a producer, what did you focus on to maintain quality when making a short film on a limited budget? Yeah, basically this is my first short film, as I said earlier, and we went on a limited budget. I strongly believe we did not pay Anvita and Fazil also, like many other talented artists, but like it went well. Like we receiving an award in the first short film itself, it's a great achievement. And as soon as we receive some award, like we are ready to what do you call, facilitate or provide the compensation for the artist or the technical team who worked on this. But it was a great experience, and I learned many things. Just seeing the movie on the screen is completely different from what we produce, so it was completely different experience. How was your experience with this, working with this whole team? I would say like these people are very hardworking people. You will not believe, like this entire short film was shot in 3 days, and the pre-production was done in just a week or something. So in 10 days everything was done, and these people were working so hard, like 16 hours a day or something like that. And I was so much shocked by seeing them working that hard. So I have no words for them. ഓക്കെ, ഫാസിൽ, ഈ ZEE5 പോലുള്ള വലിയ പ്ലാറ്റ്ഫോമുകൾ പ്രാദേശിക ഹ്രസ്വ ചിത്രങ്ങൾക്ക് നൽകുന്ന ഈ പിന്തുണ ഇതിനെങ്ങനെയാണ് കാണുന്നത്? അല്ല, നമ്മള് ഷോർട്ട് ഫിലിം മേക്കേഴ്സിന് ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വളരെ ഒരുപാട് വരാറില്ല. കാരണം ഷോർട്ട് ഫിലിം ചെയ്യുന്ന എല്ലാ മേക്കേഴ്സും ആഗ്രഹിക്കുന്ന അവരുടെ സിനിമ നല്ലൊരു പ്ലാറ്റ്ഫോമിൽ എത്തിക്കണം, അല്ലെങ്കിൽ ഈ സിനിമ എല്ലാവരിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ്. പക്ഷെ ഇവിടെ ZEE5 ഇങ്ങനെ ഒരു കോൺടെസ്റ്റ് നടത്തിയിട്ട് അതിൽ ബെസ്റ്റ് 100 സിനിമകളെന്തോ അവരുടെ പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ സിനിമ വലിയൊരു ഓഡിയൻസിന് മുമ്പിലേക്ക് എത്തിക്കാനും അതുപോലെ നമുക്ക് ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടുകയാണ്. അപ്പൊ ആ രീതിയിൽ ഷോർട്ട് ഫിലിം മേക്കേഴ്സിനെ വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമായിട്ട് തോന്നി എനിക്ക് ZEE5ന്റെ. മാത്രമല്ല ഇത് എല്ലാ ലാംഗ്വേജിലും ബെസ്റ്റ് 2 എന്നുള്ള രീതിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ പുതുതായിട്ട് വരുന്ന മേക്കേഴ്സിന് ഇനിയും സിനിമകൾ ചെയ്യാനുള്ളൊരു പ്രചോദനമൊക്കെ ആയിട്ട് തോന്നി. നല്ലതാണ്. ഗൗതമിക്ക് എന്താണ് ഈ ചോദ്യത്തോട് പറയാനുള്ളത്? ഈ ഹ്രസ്വ ചിത്രങ്ങൾക്ക് നൽകിയ ഒരു പിന്തുണ, അത് എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? കാരണം ഇത് വേണ്ടതല്ലേ? കാരണം കൂടുതൽ ആളുകൾക്ക് ഒരു പ്രചോദനമല്ലേ ഇത്തരം ഷോർട്ട് ഫിലിം കോൺടെസ്റ്റുകൾ? അതെ. ഇങ്ങനെ ഇത് മാത്രമല്ല, നമ്മുടെ ഫിലിം അവർ അക്വയർ ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് പേയ്മെന്റ് തന്നിട്ടാണ് അക്വയർ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഷോർട്ട് ഫിലിംസിന് അങ്ങനെ ഒരു സാധനം ഉണ്ടാവുക എന്നുള്ളത് കുറവായിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ അങ്ങനെ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ സെലക്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മളൊരു പടം പിച്ച് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു എല്ലാവരും ഷോർട്ട് ഫിലിം ചെയ്യുന്നത് ഒരു ഫീച്ചർ ഫിലിമിന്റെ തുടക്കമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തരിക, അതായത് ജസ്റ്റ് ഒരു അവാർഡ് തന്ന് വിടുക എന്നതിന് അപ്പുറം അതിന് പ്രോപ്പറായിട്ട് നമ്മുടെ പടം അക്വയർ ചെയ്യുന്നു, അതിനുശേഷം അതിനൊരു അവാർഡ് വരുന്നു, ഈവന്റ് ഭയങ്കര അടിപൊളിയായിട്ട് നടത്തി അതിനുശേഷം നമുക്ക് പിച്ച് ചെയ്യാൻ ഒരു അവസരം തരിക, ഇതൊക്കെ പെട്ടെന്നൊരു ഡോർ ഓപ്പണിംഗ് പോലെയാണ്. കാരണം കുറെ വർഷമായിട്ട് നമ്മളിങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു പരിപാടി വരുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അത് കറക്റ്റായിട്ട് ഇവർ PR വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരുപാട് ഇത്രയും എൻട്രീസ് വരാൻ കാരണവും അവരുടെ PR നന്നായിട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് അങ്ങനെയാണ് എൻ്റെ അടുത്ത് എത്തുന്നത്. ഇങ്ങനൊരു പരിപാടി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിയണമല്ലോ. അപ്പോൾ ZEE5 അങ്ങനെ ചെയ്തത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഭയങ്കര സപ്പോർട്ടീവാണ് അത് ജസ്റ്റ് പുതിയ ഫിലിം മേക്കേഴ്സിന്. ഈ ഒരു OTT വഴി ലോകമെമ്പാടുമുള്ള ആളുകൾ ഈ ഒരു ചിത്രം കാണുമ്പോൾ ലഭിക്കുന്ന ഒരു പ്രതികരണമൊക്കെ എങ്ങനെയുണ്ട്? പടം റിലീസ് ആയിട്ടില്ല, ഇപ്പൊ അതിന്റെ എഗ്രിമെന്റും പ്രോസസ്സും ഒക്കെ നടക്കുന്നതേ ഉള്ളൂ. അപ്പോ ഇത് എന്നാണ് ഈ മാസത്തോടെ റിലീസ് ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അറിയില്ല എപ്പോഴാണ് അത് റിലീസ് ആവുന്നത്. ഒരു മുഴുനീള ചിത്രം എടുക്കുമ്പോൾ ഒരു സംവിധായക എന്നുള്ള നിലയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഗൗതമി ഇനി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഈ ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്യുമ്പോൾ തോന്നിയിട്ടുള്ളത്?
ഓക്കെ, മുഴുനീള ചിത്രം ഇത് നമ്മൾ 2 ദിവസമാണ് പടം ഷൂട്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഫുൾ ഫീച്ചർ ലെങ്ത് പടം ആകുമ്പോഴത്തേക്ക് എനിക്കൊന്ന് നമ്പർ ഓഫ് ഡേയ്സ് കൂടും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് എല്ലാം സിനിമ തന്നെയാണ്, കൂടുതൽ എഫേർട്ട് വേണ്ടി വരും. പിന്നെ കുറച്ചും കൂടെ എനിക്ക് ആർട്ടിസ്റ്റുകളൊപ്പം കൂടും. അപ്പോൾ ആർട്ടിസ്റ്റുകളോട് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സമയം, പ്രീ പ്രൊഡക്ഷൻ കൂടും, പോസ്റ്റ് കുറച്ചുകൂടെ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇത് ചെറിയ സിനിമ, അപ്പൊ ചെറിയ ദിവസങ്ങൾ എടുക്കും. വലിയ സിനിമ നമുക്ക് ഒരുപാട് ദിവസങ്ങൾ എടുക്കും. പിന്നെ കുറച്ചുകൂടെ വർക്ക് വേണ്ടി വരും എന്നാണ് മനസ്സിലാക്കുന്നത്. ചെയ്തിട്ടില്ലാത്തതുകൊണ്ട്. അൻവിത, ഗൗതം ഈ ഒരു കഥയായിട്ട് വരുമ്പോൾ ഉള്ള അൻവിതയുടെ ഒരു ആദ്യ പ്രതികരണം എങ്ങനെയായിരുന്നു? ആദ്യ പ്രതികരണം എന്താ പറയാ, ഞാൻ ഇങ്ങനൊരു ഇത് കേട്ടിട്ടേ ഇല്ല. ആക്ച്വലി ഞാൻ അപ്പഴാണ് ആക്ച്വലി ST ഒരു കാര്യം അറിയാം. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഏതെങ്കിലും ഒരു സാധനം ഉണ്ടെന്ന്. കാരണം ഞാൻ അധികം ബസ്സിൽ ട്രാവൽ ചെയ്തിട്ടില്ല ഇങ്ങനെ, അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഇത് കേട്ടപ്പോ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. കാരണം ഇങ്ങനെ ഒരു സംഭവം കേൾക്കാത്തത് കൊണ്ട് തന്നെ ആദ്യമായി കേൾക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉറപ്പായിട്ട് ഉണ്ടാവുമല്ലോ. അപ്പോ അതിൻ്റെതായ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ആക്ച്വലി സ്ക്രിപ്റ്റ് ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ഫിലിം ഇറങ്ങുമ്പോൾ നിങ്ങളെ റെസ്പോൺസിനായി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അൻവിത ഇപ്പൊ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാനിപ്പോ 9th പഠിക്കുന്നത്. എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ? എങ്ങനെ പോകുന്നു? ക്ലാസ്സൊക്കെ നന്നായി പോകുന്നു. തുറന്നതേ ഉള്ളൂ, 2 weeks ആവുന്നേ ഉള്ളൂ സ്കൂൾ തുറന്നിട്ട്. അപ്പോൾ നന്നായി പോകുന്നു. സ്കൂളിലൊക്കെ അഭിനയത്തിനൊക്കെ പങ്കെടുക്കാറുണ്ടോ? സ്കൂളിൽ ആക്ച്വലി നമുക്ക് സ്കിറ്റിന്റെ ഒരു പരിപാടി ഇല്ല. പക്ഷെ എന്തെങ്കിലും അതുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പോകാറുണ്ട്. ഒരു കോൺടെസ്റ്റിലൊക്കെ വിജയിച്ചു എന്ന് അറിഞ്ഞപ്പോൾ എത്രത്തോളം സന്തോഷം തോന്നി അൻവിതയ്ക്ക്? ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഒരു വലിയൊരു പരിപാടിയിലൊക്കെ വരിക എന്ന് പറയുമ്പോൾ. അപ്പോൾ തന്നെ എന്താ പറയാ, നല്ലൊരു സന്തോഷം, എക്സൈറ്റ്മെന്റ് എല്ലാം കൂടെ തിരിച്ചു വരാനേ തോന്നിയില്ല അവിടുന്ന്. അത് വേറൊരു കാര്യം. അങ്ങനെ. ഓക്കെ ഫാസിൽ, ഈ ഷോർട്ട് ഫിലിമുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അവരോട് എന്താണ് പറയാനുള്ളത്? സിനിമകൾ ചെയ്തോണ്ടിരിക്കുക. ഇതുപോലെ നല്ല സിനിമകൾ ചെയ്യുമ്പോൾ നല്ല പ്ലാറ്റ്ഫോംസ് കിട്ടും. അപ്പോൾ സ്ഥിരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളതാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുക. ഗൗതമിക്ക് എന്താണ് പറയാനുള്ളത്? ഈ പറയുന്ന പോലെ ഗൗതമി പറഞ്ഞു സ്ട്രഗിൾ ചെയ്തിട്ടാണ് വന്നത് എന്നുള്ളത്. അതുപോലെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാകും. ഇതുപോലെ മുന്നിലേക്ക് വരാൻ പറ്റാതെ നിന്ന് പോകുന്നവരുണ്ടാകും. അവരോട് എന്താണ് പറയാനുള്ളത്? ഞാൻ കൂടുതലും ആക്ടറായിട്ടാണ് ആദ്യം വന്നിട്ടുണ്ടാകുന്നത്. അപ്പം ഞാൻ കൊടുത്തിട്ടുള്ളതൊക്കെ ഫുൾ ഓഡീഷൻസും സംഭവമാണ്. അപ്പം ഒന്നും നടക്കാതിരുന്നൊരു സമയത്താണ് ചില്ലറ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്യാന്ന് വിചാരിച്ചത്. സ്റ്റക്കായിരിക്കുന്നതിനെക്കാട്ടിലും എന്തെങ്കിലും വർക്ക് ചെയ്യാന്നുള്ള രീതിയിലാണ് ഇത് ചില്ലറ ചെയ്തത്. വർക്ക് ചെയ്യുക, അല്ലാതെ ഒന്നും പറയാനില്ല. നടക്കുമ്പോൾ നടക്കും, വർക്ക് ചെയ്യുക. പിന്നെ ഞാൻ വേറൊരു ഡയറക്ടറിന്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ, നമ്മളെ പ്രോജക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ വലിയ വലിയ പ്രശ്നങ്ങളില്ലാതെ സിമ്പിളായിട്ടൊരു കഥ ഉണ്ടാക്കിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു ഔട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ തന്നെ ഇപ്പോൾ ഒരു ബോംബ് ബ്ലാസ്റ്റ് കയ്യിൽ ഇടുകയാണെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ഷൂട്ട് ചെയ്യാൻ പറ്റുകയാണ്. അത് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ അത് ഷൂട്ട് ചെയ്യുക, അത് മികച്ച ഓഡിയൻസിലേക്ക് എത്തിക്കാനും വേണ്ടിയുള്ള സാധനങ്ങൾ. പിന്നെ ഇതുപോലത്തെ സാധനങ്ങൾ അന്വേഷിക്കുക എന്നുള്ളതാണ്. ഇങ്ങനത്തെ സീ പോലത്തെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് എന്നുള്ള സാധനം ഞാൻ അറിഞ്ഞതാണ് എനിക്ക് ഏറ്റവും വലിയ ഇതായിട്ട് തോന്നുന്നത് ഇപ്പോൾ. അപ്പം അങ്ങനെ ഉള്ള സാധനങ്ങൾ അന്വേഷിക്കുക. അഭിനയമാണോ അതോ സംവിധാനമാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതും ഞാൻ സിനിമയിലേക്ക് വന്നതും അഭിനയത്തിലൂടെയാണ്. രണ്ടും എൻജോയ് ചെയ്യുന്ന പ്രോസസ്സാണ്. ശരി, എന്തായാലും വളരെയധികം നന്ദി 4 പേർക്കും ഈ സിനിമാ തട്ടകത്തിൻ്റെ ഭാഗമായതിന്. നിങ്ങളുടെ ഷോർട്ട് ഫിലിം ഈ പറഞ്ഞതുപോലെ തന്നെ വലിയ വലിയ ഉയരങ്ങളിൽ എത്തട്ടെ. എല്ലാവരും പറഞ്ഞതുപോലെ അവരവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ കഴിയട്ടെ. മുഴുനീള ചിത്രങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ഡയറക്റ്റ് ചെയ്യാനും അഭിനയിക്കാനും ഒക്കെ സാധിക്കട്ടെ. എല്ലാവർക്കും ആശംസകൾ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.